ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷട്ടൈ. നമ്മളിന്നൊരു ഉത്തരേന്ത്യൻ ഡിഷായ ദഹി ബിണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ വെണ്ടയ്ക്കായും തൈരും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 വെണ്ടയ്ക്ക ഇതേ ഒരു വലുപ്പത്തിൽ നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ നിറം മാറേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഇടുക. ഒരു ചെറിയ ഏലക്കായും 2 ബേ ലീഫ് കൂടി ഇട്ട് അതിൻ്റെ ചുമക്കൊന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് വേണ്ടത്. അതിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ സവാളയുടെയൊക്കെ നിറം ഒന്ന് മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ. അതില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നല്ല കട്ട തൈര് 1 കപ്പ് ഒഴിക്കുക. അപ്പോൾ നമ്മൾ തീ ഇപ്പോൾ ഒരു മീഡിയം തീയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയിൽ ഇത് കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിൻ്റെ മസാല എല്ലായിടും ആയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെയധികം എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റിൽ മല്ലിയില ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി കറിയാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.